നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വിചാരിച്ചത് മുതൽ തന്നെ വിവാദങ്ങൾ ഇവിടെ പൊട്ടി പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന സമയത്ത് ആ വിധി എങ്ങനെയും നടപ്പിലാക്കും എന്ന ഒരു ഉറച്ച നിലപാടോടുകൂടി ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് 2018 പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളാണ് ഇപ്പോഴും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് വന്നപ്പോഴും ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ പ്രതികരിക്കാനുള്ള കാരണം. കോടതിയിൽ അടക്കം ഈ സമ്മേളനത്തിന് അനുമതി കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി വന്നു. ആ ഹർജി ഇങ്ങനെ ഒരു സമ്മേളനം നടക്കാൻ അനുവദിക്കില്ല എന്ന് കോടതിക്ക് പറയാൻ നിലവിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവിടെ വരുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. കണക്കുകൾ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കണം, അല്ലെങ്കിൽ കണക്കുകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണം എന്നൊക്കെയുള്ള കർശന നിർദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ കർശന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബോർഡിന് ഇത്തരത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ആ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക തിരിമറികൾ ഉണ്ടായിരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു കണക്ക് തന്നെയാണ് നേരത്തെയും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇത് അഴിമതി നടത്താൻ വേണ്ടി, ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി, ഖജനാവല്ല സത്യത്തിൽ ദേവസ്വം ബോർഡിലെ ഭക്തരുടെ കാണിക്ക കൊള്ളയടിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അതും വ്യക്തമാകുന്നു. കോടതി ഇതിനോടകം തന്നെ പലതവണ കണക്ക് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴെല്ലാം സമയം നീട്ടി വാങ്ങുകയായിരുന്നു ദേവസ്വം ബോർഡ് ചെയ്തത്. ഊരാളുങ്കൽ സൊസൈറ്റി ബില്ല് തരാനുണ്ട്, അദാനി 1 കോടി രൂപ കൊടുക്കാനുണ്ട്, അതോടൊപ്പം തന്നെ ഓഡിറ്റ് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ ദേവസ്വം ബോർഡ് പറയുകയായിരുന്നു. ഇന്ന് വീണ്ടും കേസ് കോടതി പരിഗണിക്കുമ്പോൾ കണക്കുകൾ ആവശ്യപ്പെടുന്നു. ദേവസ്വം ബോർഡ് വീണ്ടും കണക്കുകൾ പിന്നീട് തരാം, അതിന് സമയം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയോട് അപേക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കണക്ക് പരിശോധിക്കേണ്ട, ഇത്രത്തോളം മതി, ഇനി കണക്ക് എഴുതേണ്ട കാര്യമില്ല, ഈ കണക്കുകളെല്ലാം ഹൈക്കോടതി നേരിട്ട് എഴുതിക്കൊള്ളാം എന്നാണ് ഇന്ന് നിലപാടെടുത്തത് കോടതി. അതിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ കണക്കുകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. പക്ഷേ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇതുവരെയും ഒരു കണക്കും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കണക്ക് തരിക എന്ന് കോടതിയോട് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ആരാണ് ഈ കണക്കുകളൊക്കെ പരിശോധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമാണ്. കാരണം ഇത്രയധികം കണക്കുകൾ പാഴ്ചെലവാണ്. 8 ലക്ഷത്തോളം 9 ലക്ഷം രൂപത്തോളം ചിലവായി എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഒന്നും ബില്ലുകൾ കിട്ടിയിട്ടില്ല, പകുതി ബില്ലുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ കോടതിക്ക് വ്യക്തമായ കണക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന് പ്രൊഫഷണലായി കണക്കുകൾ വെട്ടിത്തിരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമിനെ ഈ കണക്കുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഫേം പോലും ഇത്രയധികം വെട്ടിക്കുറയ്ക്കലുകളും കൂട്ടിക്കഴിക്കലുകളും ഒക്കെ നടത്തിയിട്ടും ഈ കണക്ക് ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമിനെ കൂടി ആക്കുകയും ഈ കണക്കുകൾ നേരിട്ട് കോടതിയിൽ സമർപ്പിച്ചുകൊള്ളാൻ ഹൈക്കോടതി ഇന്ന് ഉത്തരവിടുകയുമാണ് ചെയ്തത്. എന്തായാലും ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേം ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ, ദേവസ്വം ബോർഡ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള കണക്കുകൾ സമർപ്പിക്കുമെന്ന് ഉറപ്പാണ്. എത്ര നാൾ ഹൈക്കോടതിയെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. അങ്ങനെ ഒരു അവസരമാണ് നോക്കിയത്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, കണക്കുകൾ നേരിട്ട് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയുടെ പരിശോധനയിൽ മറ്റ് കൂടുതൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അഴിമതികൾ നടന്നിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും. എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡ് നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടി എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഈ യുവതീ പ്രവേശനത്തിന് അനുകൂലിക്കേണ്ട കാര്യമില്ല, യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് തന്നെ സത്യവാങ്മൂലം നൽകും എന്ന് ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം മുൻ സത്യവാങ്മൂലത്തിൻ്റെ വലിയ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ്. നേരത്തെ യുവതീ പ്രവേശനമാകാമെന്നായിരുന്നു സത്യവാങ്മൂലമെങ്കിൽ ഇന്നിപ്പോൾ അത് തിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്, മാത്രമല്ല 2018 അനുഭവങ്ങൾ ഇരിക്കുകയാണ്. ഇതെല്ലാം മുൻകൈയെടുത്തുകൊണ്ട് സർക്കാരിൻ്റെയും നിലപാടുകൾ തിരുത്തപ്പെടുകയാണ്. ആ സർക്കാരിൻ്റെ നിലപാട് തിരുത്തലിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും ആ രീതിയിൽ നിലപാട് തിരുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകും എന്നാണ് ദേവസ്വം ബോർഡ് ഇന്ന് തീരുമാനിച്ചുറപ്പിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.